ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഹൗസിൽ സംഭവബഹുലമായിരുന്നു. ടിക്കറ്റ് ടു ഫിനാലെ അടക്കം വഴക്കിലും കയ്യാങ്കളിയിലുമാണ് അവസാനിച്ചത്. പോരാത്തതിന് മത്സരാർത്ഥിയിൽ ഒരാളായ ഷാനവാസിന് ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിലാകുകയും ചെയ്തു. പിന്നിട്ട ദിവസങ്ങളിൽ അനുമോളുടെ ഗെയിമിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അനുവിന്റെ ഒരു ചീപ്പ് ഗെയിം എന്നായിരുന്നു നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ? നൂറയുടെ നേവൽ ഭാഗത്തേക്ക് ആര്യൻ നോക്കിയെന്ന വിഷയത്തിലും തന്റെ നിലപാട് പറയാം. ടിക്കറ്റ് ടു ഫിനാലെക്ക് മുമ്പ് വരെ താഴെ കിടന്ന നൂറ ഇപ്പോൾ ഒന്ന് പൊന്തി വന്നത്. ആദിലേക്കും അനുമോക്കും ഒപ്പം നിന്ന നൂറയും ആര്യനും മോശമായി ചിത്രീകരിക്കുമെങ്കിൽ കയറി വന്ന സപ്പോർട്ട് ഇല്ലാതായനെ. നൂറയുടെ ഇളയാനിയൻ ചെയ്യുന്നത് പോലെയല്ലേ ആര്യന്റെ പദ്ധതികളെന്ന് ആദിലയും നൂറയും അനുമോളും എല്ലാം ഇരുന്ന് ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ട്. നൂറെ ആര്യൻ മോശമായ രീതിയിൽ നോക്കിയെന്ന സംഭവം വന്നപ്പോൾ അത് പല രീതിയിലേക്ക് ആദില കൊണ്ടുപോയി. അതിൻ്റെ ഡേഞ്ചർ സൈഡ് പക്ഷെ നൂറയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറയുന്നു മോശമാണെന്ന് നൂറ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇത് മോശമാണ്. എന്നെ കൂടി നീ ഇട്ട് കൊടുത്തിട്ട പോലെ ആയിരിക്കും. എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയാം. നൂറ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആദില അവിടെ ഓവർ പൊസസീവ് കാണിക്കുന്നു. ഓവർ കെയറും കാണിച്ചു. അത് ബാഡാണെങ്കിലും ആദില തന്നെയാണ്. അതിലും പൊട്ടെ ഇത് നൂറയും ആദിലയും ഡിസ്കസ് ചെയ്ത് ബെഡ്ഷീറ്റിൻ്റെ കേസും കൊണ്ടുവന്ന അനുമോളോടാണ് എന്നാണ് മറ്റൊരു പ്രധാന കാര്യം. നൂറയുടെ നേവൽ നോക്കി എന്ന കേസ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ആര്യനെതിരെ അനുമോൾ അടിക്കും. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കയറി അടിച്ചാൽ മതി, ഈസിയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണിൻ്റെ ലൈഫുണ്ടോ കുടുംബമുണ്ടോ എന്നൊന്നും യുവതികൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് പട്ടായ ഗേൾസ് കാണിക്കുന്നത്. ഈ സീസണിൽ മൊത്തം നമ്മൾ കണ്ടത് ആണുങ്ങളെ ജനറൽ കാർഡ് വെച്ച് പെണ്ണുങ്ങൾ അടിക്കുന്നതാണ്. ആണുങ്ങളെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുന്നു. അനുമോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടില്ല. ചീഞ്ഞ ഗെയിം സ്ട്രാറ്റജി വെച്ച് അനുമോൾ കുടുംബ പ്രഷർ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നെന്ന് മനസ്സിലാകുന്നുമില്ല. അനുമോൾക്ക് കപ്പടിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഈ സീസൺ കൂടി അങ്ങ് പോട്ടെ ഒരു ചീഞ്ഞ വിന്നറുടെ പേരിൽ. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അനുമോൾക്ക് വോട്ട് ചെയ്യണം എന്നാണ്. വോട്ട് കൊടുത്ത് കപ്പം കൊടുത്ത് ചീഞ്ഞ ഗെയിമർമാർക്ക് സീസൺ 6 കുറിച്ച് പറയുമ്പോൾ ആ പൊളിഞ്ഞ പാളിയ വിന്നറാണോ ചോദിക്കുന്നത് പോലെ സീസൺ 7 കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ. അനുവിൻ്റെ പിആറായ വിനുവിന് അടുത്ത വർഷവും കൂടുതൽ പൈസ വാങ്ങി പിആർ ചെയ്യാൻ അവസരം കിട്ടട്ടെ. പക്ഷേ അറിയപ്പെടാൻ പോകുന്ന ചീഞ്ഞ രണ്ട് എണ്ണത്തിന് കപ്പടിച്ച് കൊടുത്തു എന്ന ടാഗായിരിക്കും. കാലാകാലം പിആറിൻ്റെയും ഒഎംആറിൻ്റെയും ആർക്കും ഒപ്പം കൊണ്ടു നടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പൊതുമധ്യത്തിൽ എക്സ്പോസ് ആവും ഉറപ്പാണ്.